PSC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ് കേട്ടോ നമ്മൾ എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി 200 ഡേ ചലഞ്ച് എന്ന രീതിയിൽ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ എല്ലാ ദിവസവും എടുത്തു പോകുന്നുണ്ട്. കൃത്യമായിട്ട് നിങ്ങൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയാണ് തീർച്ചയായിട്ടും ഒന്ന് ഫോളോ ചെയ്ത് പോരുക കേട്ടോ. ആദ്യമായിട്ടാണ് PSC ക്രൗണ്ട് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഒരു ലൈക്ക് അടിച്ചതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കണേ. അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിന്ന് അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ സിലബസ് പ്രകാരമുള്ള പൊതുവിജ്ഞാനം എന്ന ടോപ്പിക്കിൽ ഏകദേശം 27-28ഓളം ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ ക്ലാസ് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറയുന്നത്. ഐക്യരാഷ്ട്ര സംഘടനയെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഐക്യരാഷ്ട്ര സംഘടനയെക്കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും പഠിച്ചു പോകാം. അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ടത്? ഒന്നാം ലോക മഹായുദ്ധത്തിനെ തുടർന്ന് സമാധാനം സംരക്ഷിക്കുന്നതിനായി രൂപം കൊണ്ട സംഘടനയാണ് ഏത്? ലീഗ് ഓഫ് നേഷൻ, അതായത് സർവ്വരാഷ്ട്ര സഖ്യം. ഒന്നാം ലോക യുദ്ധ സമയത്ത് ലോകത്ത് സമാധാനം, ഇനി രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടാകാതെ തടഞ്ഞ് ലോകത്തിന് സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിലവിൽ വന്ന സംഘടനയാണ് ലീഗ് ഓഫ് നേഷൻ, അതായത് സർവ്വരാഷ്ട്ര സഖ്യം എന്ന് പറയുന്നത്. നിലവിൽ വന്നത് 1945 ഒക്ടോബർ 24 മാൻഹട്ടൻ, ന്യൂയോർക്കിലെ മാൻഹട്ടൻ ആണ് ഇതിൻ്റെ ആസ്ഥാനം. നിലവിൽ വരുമ്പോൾ അംഗസംഖ്യ, അതായത് ഇതിനകത്തുണ്ടായിരുന്ന രാജ്യങ്ങളുടെ എണ്ണം 193 ലോകത്തിലെ ഏറ്റവും വലിയ കായികേതര അന്താരാഷ്ട്ര സംഘടനയാണ് ഏത്? ലീഗ് ഓഫ് നേഷൻ എന്ന് പറയുന്നത്. ഐക്യരാഷ്ട്ര സംഘടന രൂപീകരണത്തിന് കാരണമായ ഉടമ്പടി അറ്റ്ലാന്റിക് ചാർട്ടാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ള ഉടമ്പടി ഏതാണ്? അത് അറ്റ്ലാന്റിക് ചാർട്ടാണ്. 1941 ഓഗസ്റ്റ് 14 അറ്റ്ലാന്റിക് ചാർട്ട് വരുന്നത്. അറ്റ്ലാന്റിക് ചാർട്ടിൽ ഒപ്പുവെച്ച നേതാക്കൾ UN പ്രസിഡന്റ് ആയിട്ടുള്ള ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൽസൺ ചർച്ചിലുമാണ് എന്തിനകത്ത് ഒപ്പുവയ്ക്കുന്നത്? അറ്റ്ലാന്റിക് ചാർട്ടിൽ ഒപ്പുവയ്ക്കുന്നത്. അപ്പോൾ ആദ്യം ഇവിടെ പറയുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? സർവ്വരാഷ്ട്ര സഖ്യം, അതായത് ലീഗ് ഓഫ് നേഷനെ കുറിച്ചിട്ടാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇനി ഒരു രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടാകാതെ ലോകത്തിലെല്ലാവർക്കും സമാധാനം ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇപ്പം തന്നെ എന്നോടൊപ്പം അങ്ങ് പഠിച്ചു പോക്കോട്ടെ, ഞാൻ പറയുമ്പോൾ തന്നെ രൂപീകൃതമായ സംഘടന പേരെന്താ പറഞ്ഞേ? ലീഗ് ഓഫ് നേഷൻ, അതായത് സർവ്വരാഷ്ട്ര സഖ്യം. നിലവിൽ വന്നത് 1945 ഒക്ടോബർ 24 ആസ്ഥാനം മാൻഹട്ടനാണ്, ന്യൂയോർക്കിലെ മാൻഹട്ടൻ. അംഗസംഖ്യ 193. ലോകത്തിലെ ഏറ്റവും വലിയ കായികേതര അന്താരാഷ്ട്ര സംഘടനയാണിത്. ഐക്യരാഷ്ട്ര സംഘടന രൂപീകരണത്തിന് കാരണമായ ഉടമ്പടി ചോദിക്കുകയാണെങ്കിൽ അറ്റ്ലാന്റിക് ചാർട്ടാണ്. 1941 ഓഗസ്റ്റ് 14 അറ്റ്ലാന്റിക് ചാർട്ടിൽ ഒപ്പുവെച്ച നേതാക്കൾ ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ്, US പ്രസിഡന്റ് വിൽസൺ ചർച്ചിൽ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എന്നിവർ ചേർന്നിട്ടാണ്. ഇനി ഐക്യരാഷ്ട്ര സംഘടന എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ്? ഐക്യരാഷ്ട്ര സംഘടന എന്ന പേര് നിർദ്ദേശിച്ചത് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ്. ഐക്യരാഷ്ട്ര സംഘടന എന്ന പേര് നിർദ്ദേശിക്കുന്നത്. UN ആസ്ഥാന മന്ദിരത്തിനായി സ്ഥലം നൽകിയ വ്യവസായി ജോൺ ഡി റോക്ക് ഫെല്ലറാണ് കേട്ടോ. അപ്പോൾ UN ആസ്ഥാന മന്ദിരത്തിനായി സ്ഥലം നൽകിയ വ്യവസായി ചോദിക്കുകയാണെങ്കിൽ ജോൺ ഡി റോക്ക് ഫെല്ലറാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആപ്തവാക്യം എന്താ? ഇപ്പം തന്നെ അങ്ങ് പഠിച്ചേ. ഇത് നിങ്ങളുടെ ലോകം. എന്താണ്? ഇറ്റ്സ് യുവർ വേൾഡ് എന്നാണ് എന്തിൻ്റെ ആപ്തവാക്യം? ഐക്യരാഷ്ട്ര സംഘടനയുടെ ആപ്തവാക്യം ഇത് നിങ്ങളുടെ ലോകം. UN ആദ്യ സമ്മേളനത്തിൽ വേദിയായ നഗരം ലണ്ടനാണ്. 1946 UN ആദ്യ സമ്മേളനത്തിൽ ലണ്ടൻ വേദിയാകുന്നത്. ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനം യാൾട്ട കോൺഫറൻസ് ആണ്. ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനം ഏതാണ്? യാൾട്ട കോൺഫറൻസ്. 1945 ഫെബ്രുവരി ഉക്രൈനിൽ വെച്ചിട്ടാണ് യാൾട്ട കോൺഫറൻസ് നടക്കുന്നത്. യാൾട്ട കോൺഫറൻസിൽ പങ്കെടുത്ത പ്രമുഖ നേതാക്കൾ ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റും വിൽസൺ ചർച്ചിൽ, ജോസഫ് സ്റ്റാലിൻ എന്നിവരാണ് യാൾട്ട കോൺഫറൻസിൽ പങ്കെടുത്ത പ്രമുഖ നേതാക്കളെന്ന് ഓർക്കുക. 1945 ജൂൺ 26 സാൻ ഫ്രാൻസിസ്കോയിൽ നടന്ന സമ്മേളനത്തിൽ വെച്ച് 50 രാജ്യങ്ങൾ പ്രതിനിധി UN ചാർട്ടിൽ ഒപ്പുവെച്ചു. അപ്പോൾ 1945 ജൂൺ 26 സാൻ ഫ്രാൻസിസ്കോയിൽ വെച്ച് എന്ത് ചെയ്തിരുന്നു? 50 രാജ്യങ്ങൾ UN ചാർട്ടിൽ ഞങ്ങൾക്ക് ഇതിനകത്ത് ചേരാൻ സമ്മതമാണെന്ന രീതിയിൽ ഒപ്പുവെക്കുകയുണ്ടായി. അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടന എന്ന പേര് നിർദ്ദേശിച്ച ആരാ? ഇപ്പോൾ തന്നെ പഠിച്ചേ, ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്.
UN അഥവാ UN ആസ്ഥാന മന്ദിരത്തിൻ്റെ സ്ഥലം നൽകിയ വ്യവസായി ചോദിക്കുവാണെങ്കിലോ ജോൺ ഡി റോക്ക്ഫെല്ലർ. ഐക്യരാഷ്ട്രസംഘടനയുടെ ആപ്തവാക്യം ഇത് നിങ്ങളുടെ ലോകം. UN ആദ്യ സമ്മേളന വേദി ലണ്ടൻ 1946. ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനം യാൾട്ട കോൺഫറൻസ് 1945 ഫെബ്രുവരി ഉക്രൈനിൽ വെച്ച്. യാൾട്ട കോൺഫറൻസിൽ പങ്കെടുത്ത പ്രമുഖ നേതാക്കൾ ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്, വിൽസൺ ചർച്ചിൽ, ജോസഫ് സ്റ്റാലിൻ. 1945 ജൂൺ 26 സാൻ ഫ്രാൻസിസ്കോയിൽ നടന്ന സമ്മേളനത്തിൽ വെച്ചത് 50 രാജ്യങ്ങളിലെ പ്രതിനിധികൾ UN ചാർട്ടിൽ ഒപ്പുവയ്ക്കുകയുണ്ടായി. ഇനി UN അംഗത്വമുള്ള ഏറ്റവും ചെറിയ രാജ്യം ചോദിക്കുകയാണെങ്കിൽ മൊണോക്കോയാണ് കേട്ടോ. UN അംഗമായിട്ടുള്ള ഏറ്റവും ചെറിയ രാജ്യം മൊണോക്കോയാണ്. UN അംഗമല്ലാത്ത യൂറോപ്യൻ രാജ്യം വത്തിക്കാനാണ്. UN അംഗമല്ലാത്ത രാജ്യം ഏതാ? വത്തിക്കാൻ. UN അംഗത്വമുള്ള ഏറ്റവും ചെറിയ രാജ്യമോ മൊണോക്കോയാണ്. UN പുറത്താക്കപ്പെട്ട ആദ്യ രാജ്യം ചോദിക്കുകയാണെങ്കിൽ തായ്വാനാണ് കേട്ടോ. UN പുറത്താക്കപ്പെട്ട ആദ്യ രാജ്യം തായ്വാൻ 1971 പുറത്താക്കപ്പെടുന്നത്. UN നിന്നും പുറത്താക്കപ്പെട്ട രണ്ടാമത്തെ രാജ്യം ചോദിക്കുകയാണെങ്കിൽ യൂഗ്ലോസ്ലാവിയ ആണ് കേട്ടോ. UN പുറത്താക്കപ്പെട്ട രണ്ടാമത്തെ രാജ്യം. UN ഏറ്റവും ഒടുവിൽ അംഗമായ രാജ്യം ദക്ഷിണ സുഡാനാണ്. 193 രാജ്യമായിട്ടാണ് ദക്ഷിണ സുഡാൻ അംഗമാകുന്നത്. ദക്ഷിണ സുഡാനിൽ UN അംഗമായത് 2011 ജൂലൈ 14 അപ്പോൾ UN അംഗത്വമുള്ള ഏറ്റവും ചെറിയ രാജ്യം മൊണോക്കോ. അംഗമല്ലാത്ത യൂറോപ്യൻ രാജ്യം വത്തിക്കാനാണ്. UN ഒന്ന് പുറത്താക്കപ്പെട്ട രാജ്യം തായ്വാനാണ്. UN ഏറ്റവും ഒടുവിൽ അംഗമായ രാജ്യം ദക്ഷിണ സുഡാനും. സുഡാനിൽ UN അംഗമായത് 2011 ജൂലൈ 14 കൂടി ഓർക്കുക. ഇന്ത്യ UN ചാർട്ടിൽ ഒപ്പുവെച്ചത് എന്നാണ്? ഇന്ത്യ UN ചാർട്ടിൽ ഒപ്പുവെച്ചത് 1945 ജൂൺ 26 ഇന്ത്യ UN ചാർട്ടിൽ ഒപ്പുവെച്ചത്. ഇന്ത്യ UN ഔദ്യോഗികമായി അംഗമായത് 1945 ഒക്ടോബർ 30. ഇന്ത്യ UN ഔദ്യോഗികമായിട്ട് അംഗമായത് 1945 ഒക്ടോബർ 30 ആണ്. ഇനി ഇന്ത്യക്ക് വേണ്ടി UN ചാർട്ടിൽ ഒപ്പുവെച്ചത് രാമസ്വാമി മുതലിയാറാണ്. ആരാണ് ഇന്ത്യക്ക് വേണ്ടി UN ചാർട്ടിൽ ഒപ്പുവെച്ചത്? രാമസ്വാമി മുതലിയാറാണ്. UN ചാർട്ട് നിലവിൽ വന്ന തീയതി 1945 ഒക്ടോബർ 24 UN ചാർട്ട് നിലവിൽ വന്നത്. എന്നാണ്? 1945 ഒക്ടോബർ 24 UN ചാർട്ട് നിലവിൽ വരുന്നത് എന്നുകൂടി ഓർക്കുക. UN പതാക നിലവിൽ വന്നത് എന്നാണ്? UN പതാക നിലവിൽ വന്നത് 1947 ഒക്ടോബർ 20 UN പതാക നിലവിൽ വന്നത്. UN പതാകയുടെ നിറം എന്താ? ഇളം നീല നിറമാണ്. എന്താണ്? ഇളം നീല നിറം. 2 ഒലിവ് ചില്ലകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ലോക ഭൂപടത്തിൻ്റെ ഉത്തരധ്രുവത്തിൻ്റെ ഭാഗമാണ് പതാകയിൽ ആലേഖനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ UN ചാർട്ടിൽ ഇന്ത്യ ഒപ്പുവെച്ചത് 1945. ഇപ്പം തന്നെ പഠിച്ചേ ജൂൺ 26. ഇന്ത്യ UN ഔദ്യോഗികമായി അംഗമായത് 1945 ഒക്ടോബർ 30. ഇന്ത്യക്ക് വേണ്ടി UN ചാർട്ടിൽ ഒപ്പുവെച്ചത് ആരാ? രാമസ്വാമി മുതലിയാറാണ്. UN ചാർട്ട് നിലവിൽ വന്ന തീയതി 1945 ഒക്ടോബർ 24. UN പതാക നിലവിൽ വന്നതോ 1947 ഒക്ടോബർ 20. UN പതാകയുടെ നിറം എന്താ? ഇളം നീല നിറമാണെന്നുകൂടി ഓർക്കണേ. ഇനി UN ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം 6 ഔദ്യോഗിക ഭാഷകളാണ് UN ഏതൊക്കെ? ഫ്രഞ്ച്, റഷ്യ, ഇംഗ്ലീഷ്, സ്പാനിഷ്, ചൈനീസ്, അറബിക്. അപ്പോൾ UN എത്ര ഭാഷകളുണ്ട് ഔദ്യോഗികമായിട്ട്? 6 ഭാഷകളാണുള്ളത്. ഫ്രഞ്ച്, റഷ്യൻ, ഇംഗ്ലീഷ്, സ്പാനിഷ്, ചൈനീസ്, അറബിക്. UN ഔദ്യോഗിക ഭാഷയിൽ ഏറ്റവും ഒടുവിൽ അംഗീകരിച്ചത് അറബിക്കാണ്. UN ഔദ്യോഗിക ഭാഷയായിട്ട് അറബിക്കാണ് ഏറ്റവും ഒടുവിൽ അംഗീകരിച്ചത്. 1973 അംഗീകരിക്കുന്നത്. UN പോസ്റ്റൽ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്ത ഇന്ത്യയിലെ ഉത്സവം ചോദിക്കുവാണെങ്കിൽ ദീപാവലിയാണ് കേട്ടോ. UN പോസ്റ്റൽ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്തിട്ടുള്ള ഇന്ത്യയിലെ ഉത്സവമാണ് ദീപാവലി. ഐക്യരാഷ്ട്രസഭയുടെ ദൈനംദിന കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഭാഷകൾ ഇംഗ്ലീഷും ഫ്രഞ്ചുമാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ദൈനംദിന ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന ഭാഷ ഇംഗ്ലീഷും അതുപോലെ ഫ്രഞ്ചുമാണ്. അപ്പോൾ UN ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്രയാ? 6. ഫ്രഞ്ച്, റഷ്യൻ, ഇംഗ്ലീഷ്, സ്പാനിഷ്, ചൈനീസ്, അറബിക്. അതിനകത്ത് അറബിക്കാണ് ഏറ്റവും അവസാനമായി ഉപയോഗിച്ചിട്ടുള്ള ഒടുവിലത്തെ അംഗീകരിച്ച ഭാഷ. UN പോസ്റ്റിൽ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്തിട്ടുള്ള ഇന്ത്യയിലെ ഉത്സവം ദീപാവലിയാണ്. ഐക്യരാഷ്ട്രസഭയുടെ ദൈനംദിന കാര്യങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷ ചോദിക്കുകയാണെങ്കിൽ ഇംഗ്ലീഷും ഫ്രഞ്ചുമാണെന്ന് ഓർക്കുക. ഇനി നമുക്ക് UN പൊതുസഭയെക്കുറിച്ച് നോക്കാം. UN ഏറ്റവും വലിയ ഘടകമാണ് UN പൊതുസഭ. ലോക പാർലമെൻറ്റ്, ലോകത്തിൻ്റെ സമ്മേളന നഗരി, UN കാര്യവിചാര സഭ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന സഭയാണ് UN പൊതുസഭ.
അപ്പോൾ ലോക പാർലമെൻ്റ് എന്നും ലോകത്തിൻ്റെ സമ്മേളന നഗരി എന്നും UN കാര്യവിചാരസഭ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന UN പൊതുസഭയാണ്. പൊതുസഭയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂയോർക്കിലാണ്. UN എല്ലാ അംഗരാഷ്ട്രങ്ങൾക്കും തുല്യ പ്രാതിനിധ്യമുള്ള ഏക UN ഘടകമാണ് പൊതുസഭ. UN എല്ലാ അംഗരാഷ്ട്രങ്ങൾക്കും തുല്യ പ്രാതിനിധ്യമുള്ള ഏക UN ഘടകം ചോദിക്കുകയാണെങ്കിൽ അത് ഏതാണ്? പൊതുസഭയാണ്. ഓരോ അംഗരാജ്യങ്ങൾക്കും പൊതുസഭയിലേക്ക് അയക്കാവുന്ന പ്രതിനിധികളുടെ എണ്ണം 5 അപ്പോൾ ഇതിനകത്ത് അംഗത്വമുള്ള ഓരോ രാജ്യങ്ങൾക്കും 5 പ്രതിനിധികളെ ഈ സഭയിലേക്ക് അയക്കാനുള്ള അനുമതിയുണ്ട്. പൊതുസഭയിൽ അവതരിപ്പിക്കുന്ന പ്രമേയത്തിൽ മേൽ ഓരോ അംഗരാഷ്ട്രത്തിനും 1 വോട്ട് മാത്രമേ ഉള്ളൂ. 5 പേരെ അയക്കുന്നുണ്ടെങ്കിലും അവിടെ ഒരു പ്രമേയം അവതരിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ അംഗരാജ്യത്തിനും 1 വോട്ട് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. UN പൊതുസഭയിൽ അംഗങ്ങൾക്ക് വിറ്റോ അധികാരമില്ല. അവർക്ക് എന്ത് അധികാരമില്ല? വിറ്റോ അധികാരം ഇല്ല. പൊതുസഭയുടെ പ്രസിഡന്റ് അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റിൻ്റെ കാലാവധി 1 വർഷമായിരിക്കും. പൊതുസഭയുടെ പ്രസിഡന്റ് അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് കാലാവധി എത്ര വർഷമാണ്? 1 വർഷമാണ്. UN പൊതുസഭയുടെ പ്രധാന കമ്മിറ്റികളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ 7 കമ്മിറ്റികളാണ്. UN പൊതുസഭയിലെ പ്രധാന കമ്മിറ്റികൾ എത്രയാണ്? 7 അപ്പോൾ UNൻ്റെ ഏറ്റവും വലിയ ഘടകം പൊതുസഭയാണ്. ലോക പാർലമെൻറ്റ്, ലോകത്തിൻ്റെ സമ്മേളന നഗരി, UN കാര്യവിചാരസഭ എന്നീ പേരുകളിൽ പൊതുസഭ അറിയപ്പെടുന്നു. പൊതുസഭയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. UN എല്ലാ അംഗരാഷ്ട്രങ്ങൾക്കും തുല്യ പ്രാതിനിധ്യമുള്ള ഏക UN ഘടകമാണ്. പൊതുസഭ എന്ന് പറയുന്നത് ഓരോ അംഗരാജ്യങ്ങൾക്കും പൊതുസഭയിലേക്ക് 5 പ്രതിനിധികളെ വെച്ച് അയക്കാൻ സാധിക്കും. പൊതുസഭയിൽ അവതരിപ്പിക്കുന്ന പ്രമേയങ്ങളിൽ 1 വോട്ട് മാത്രമേ ഒരു അംഗരാജ്യത്തിന് ഉണ്ടായിരിക്കുകയുള്ളൂ. UN പൊതുസഭയിലെ അംഗങ്ങൾക്ക് വിറ്റോ അധികാരം ഉണ്ടായിരിക്കില്ല. പൊതുസഭയുടെ പ്രസിഡന്റ് അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് കാലാവധി 1 വർഷമായിരിക്കും. UN പൊതുസഭയുടെ പ്രധാന കമ്മിറ്റികളുടെ എണ്ണം എന്ന് പറയുന്നത് 7. പൊതുസഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് വെസ്റ്റ് മിനിസ്റ്റർ ഹാൾ ലണ്ടനിലാണ്. വെസ്റ്റ് മിനിസ്റ്റർ ഹാൾ ലണ്ടനിൽ 1946 ജനുവരി 10 പൊതുസഭയുടെ പ്രഥമ സമ്മേളനം നടക്കുന്നത്. UN പൊതുസഭയുടെ ആദ്യ പ്രസിഡന്റ് പോൾ ഹെൻറി സ്പാക്കാണ് കേട്ടോ. പോൾ ഹെൻറി സ്പാക്കാണ്. ബെൽജിയംകാരനാണ് അദ്ദേഹം. പൊതുസഭയുടെ ആദ്യ പ്രസിഡന്റ്. UN പൊതുസഭയുടെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ ചോദിക്കുകയാണെങ്കിൽ വിജയലക്ഷ്മി പണ്ഡിറ്റ് 1953 പ്രസിഡൻ്റായി മാറുന്നത്. അപ്പോൾ UN പൊതുസഭയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യ ഇന്ത്യൻ ചോദിക്കുകയാണെങ്കിൽ വിജയലക്ഷ്മി പണ്ഡിറ്റാണ്. പൊതുസഭയുടെ പ്രസിഡന്റായ ആദ്യ വനിതയും വിജയലക്ഷ്മി പണ്ഡിറ്റ് തന്നെയാണ്. 8ാമത്തെ പ്രസിഡന്റാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ്. ഇനി പൊതുസഭയുടെ പ്രസിഡന്റായ പാകിസ്ഥാൻകാരൻ ചോദിക്കുകയാണെങ്കിൽ മുഹമ്മദ് സഫറുള്ള ഖാനാണ് പൊതുസഭയുടെ പ്രസിഡന്റായ പാകിസ്ഥാൻകാരൻ. UN ജനറൽ അസംബ്ലി കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക സമ്മേളനം ചേർന്ന വർഷം 1989 UN ജനറൽ അസംബ്ലി കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക സമ്മേളനം 1989 ചേർന്നിട്ടുണ്ട്. പൊതുസഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് വെസ്റ്റ് മിനിസ്റ്റർ ഹാൾ ലണ്ടൻ 1946 ജനുവരി 10. UN പൊതുസഭയുടെ ആദ്യ പ്രസിഡന്റ് പോൾ ഹെൻറി സ്പാർക്ക്, ബെൽജിയംകാരനാണ് അദ്ദേഹം. UN പൊതുസഭയുടെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ ചോദിക്കുവാണെങ്കിൽ വിജയലക്ഷ്മി പണ്ഡിറ്റാണ് 1953. പൊതുസഭയുടെ പ്രസിഡന്റായ ആദ്യ വനിത വിജയലക്ഷ്മി പണ്ഡിറ്റ് 8ാമത്തെ പ്രസിഡന്റാണ്. പൊതുസഭയുടെ പ്രസിഡന്റായ പാകിസ്ഥാൻകാരൻ മുഹമ്മദ് സഫറുള്ള ഖാനാണ്. UN ജനറൽ അസംബ്ലി കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക സമ്മേളനം ചേർന്ന വർഷം 1989 കൂടി ഓർക്കുക. ഇത് നമുക്ക് രക്ഷാസമിതിയെക്കുറിച്ച് പഠിക്കാം കേട്ടോ. ഐക്യരാഷ്ട്രസഭയുടെ സുപ്രധാനവും ശക്തവുമായ ഘടകമാണ് രക്ഷാസമിതി. UNൻ്റെ ജനാധിപത്യ വിരുദ്ധ ഘടകം എന്നറിയപ്പെടും. UNൻ്റെ ജനാധിപത്യ വിരുദ്ധ ഘടകം എന്നാണ് രക്ഷാസമിതി അറിയപ്പെടുന്നത്. UNൻ്റെ ഭരണനയം സംബന്ധിച്ച് തീരുമാനമെടുക്കുന്ന ഘടകം രക്ഷാസമിതിയാണ്. UNൻ്റെ ഭരണനയം സംബന്ധിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുന്നത് രക്ഷാസമിതിയാണ്. രക്ഷാസമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946. രക്ഷാസമിതിയിലെ അംഗങ്ങളുടെ എണ്ണം 15. രക്ഷാസമിതിയുടെ പ്രമേയം പാസ്സാക്കാൻ വേണ്ട വോട്ട് 9. എല്ലാ സ്ഥിരാംഗങ്ങളുടെ വോട്ട് നേടിയിരിക്കണം. അപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ സുപ്രധാന ശക്തവുമായ ഘടകം ചോദിക്കുവാൻ രക്ഷാസമിതിയാണ്. UNൻ്റെ ജനാധിപത്യ വിരുദ്ധ ഘടകം എന്നറിയപ്പെടുന്ന രക്ഷാസമിതിയാണ്. UNൻ്റെ ഭരണനയം സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന ഘടകം രക്ഷാസമിതിയാണ്. രക്ഷാസമിതിയുടെ ആദ്യ സമ്മേളനം നടന്ന 1946. രക്ഷാസമിതിയിലെ അംഗങ്ങളുടെ എണ്ണം 15. രക്ഷാസമിതിയുടെ പ്രമേയം പാസ്സാക്കാൻ വേണ്ട വോട്ട് 9. എല്ലാ സ്ഥിരാംഗങ്ങളുടെയും വോട്ട് നേടിയിരിക്കണം. അപ്പോൾ ഇത്രയുമാണ് രക്ഷാസമിതിയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തിനെക്കുറിച്ചിട്ടാണ് പഠിച്ചത്? ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു പോയിട്ടുണ്ട്. ഇനി ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിൽ വരുന്ന ഏജൻസികൾ നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഏജൻസികളോട് പഠിച്ചാൽ മാത്രമേ ടോപ്പിക്ക് കംപ്ലീറ്റ് ആവുള്ളൂ. സിലബസിൽ ഏജൻസികൾ എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഏജൻസികൾ കൂടി പഠിക്കണം. മറക്കണ്ട. ആദ്യമായിട്ടാണ് PSC ഗ്രൗണ്ട് യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ വീഡിയോ കാണുന്ന എല്ലാവരും അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം. Thank you so much.